അമ്മയുടെ അന്ത്യകർമ്മം പള്ളിയിൽ നടത്തി സ്വർഗം ചോദിച്ച മകൻ കോടതിയിൽ ധർമ്മസ്ഥലയ്ക്ക് നഗരം ചോദിച്ച് കള്ളക്കേസ് കൊടുത്തു. 50 ലക്ഷത്തിന് വിശ്വാസം വിൽക്കുന്നവനെ എന്ത് പേരിട്ട് വിളിക്കണം അമ്മേ? പെറുക്കി തമ്മാടി എന്നല്ലാതെ. ധർമ്മസ്ഥലയെ തൊട്ടാൽ ചുട്ടുപൊള്ളും. 800 വർഷം പഴക്കം. മഞ്ജുനാഥ സ്വാമി വാഴുന്ന പുണ്യഭൂമി. ജാതിയില്ല, മതമില്ല. വിശക്കുന്നവന് ചോറ് വാരിക്കൊടുക്കുന്ന അന്നദാനത്തിന്റെ അക്ഷയപാത്രം. അനാഥ പെൺമക്കളെ കൈപിടിച്ച് കല്യാണം നടത്തി കൊടുക്കുന്ന കരുതൽ. ലക്ഷങ്ങൾ അപ്പാ മഞ്ജുനാഥ എന്ന് കണ്ണീരോടെ വിളിക്കുന്ന മണ്ണ്. ആ ധർമ്മസ്ഥലയാണ് ശവപ്പറമ്പാക്കി ഈ തെമ്മാടി കഥ മെനഞ്ഞത്. ഇപ്പൊ കേസിലെ പ്രതി ചിന്നയ്യ തന്നെ പറയുന്നു, 100 ശവം കുഴിച്ചിട്ടു എന്ന് കള്ളം പറയാൻ പ്രകാശ് രാജ് തമിഴിൽ നിർബന്ധിച്ചു. 50 ലക്ഷം വാഗ്ദാനം ചെയ്തു. ലക്ഷ്യം 200 കോടിയുടെ ഗൂഢാലോചന. ക്ഷേത്രത്തെ തകർക്കുക. ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് നടൻ പ്രകാശ് രാജിനും സാമൂഹിക പ്രവർത്തകരായ മഹേഷ് ചെഡ്ഡി, തിമ്മരോടി, ഗിരീഷ് മട്ടവന്നർ എന്നിവർക്കെതിരെ ആരോപണവുമായി പ്രതി ചിന്നയ്യ. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രകാശ് രാജ് അടക്കമുള്ളവർ നിർബന്ധിച്ചെന്നാണ് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നത്. നോട്ട് ദി പോയിന്റ്. ചിന്നയ്യ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല, മറിച്ച് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റ് ഹർജിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട 100-ൽ പരം സ്ത്രീകളുടെ മൃതദേഹം താൻ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയുടെ ആരോപണം. ഇയാളുടെ ആരോപണം കർണാടകയിൽ ലോറി അപകടത്തിൽ കൊല്ലപ്പെട്ട അർജുന്റെ ലോറി മുതലാളി മനാഫ്, ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുകയും ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി മെമ്പറാവുകയും ചെയ്ത് മഞ്ജുനാഥ ക്ഷേത്രത്തിൽ വച്ചാണ് ഈ പെൺകുട്ടികൾ കാണാതാകുന്നത് എന്ന് പറഞ്ഞുണ്ടാക്കി. ആ ദിവസങ്ങളിൽ മനാഫ് ആയിരുന്നു കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ താരം. അവസാന ചർച്ചയ്ക്കിടെ BJPയുടെ കരുത്തിന്റെ പ്രതീകവും യുവമുഖവുമായ ശ്രീ യുവരാജ് ഗോകുലിനോട് ഇയാൾ കൊമ്പ് കോർക്കുകയും ശേഷം യുവരാജിനെ പേടിച്ച് പനി പിടിച്ച് മാളത്തിലൊളിക്കുകയും ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞു കാണും. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ മതിച്ചു നടന്ന ഈ മനാഫിനെ ചവിട്ടിക്കൂട്ടിയത് യുവരാജ് ഗോകുലാണ്. കൂടാതെ കേരളത്തിൽ ഈ അമ്പലത്തെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തു. ശുചീകരണ തൊഴിലാളി ചിന്നയ്യ പറഞ്ഞ സ്ഥലങ്ങളിൽ മണ്ണ് നീക്കി പരിശോധന നടത്തി. എന്നാൽ വ്യാജ ആരോപണമാണ് ഉന്നയിച്ചതെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ പ്രതിയാക്കി കേസെടുക്കുകയായിരുന്നു. പോലീസ് മണ്ണ് മാന്തിയപ്പോൾ ശവം പോയിട്ട് ഒരു അസ്ഥി കഷ്ണം പോലുമില്ല. പിന്നെ എന്തിനായിരുന്നു ഈ നാടകം? ക്ഷേത്ര ഭരണാധികാരിയെ തകർക്കാനോ കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ചവിട്ടി മെതിക്കാനോ? ഇരട്ടത്താപ്പിന്റെ സെക്കുലറിസം നമുക്ക് പുത്തരിയല്ല. അന്യമത വിവാഹം കഴിക്കും. അമ്മയുടെ അന്ത്യകർമ്മം പള്ളിയിൽ നടത്തും. പക്ഷേ ആക്രമിക്കാൻ നോക്കുന്നത് ഹിന്ദുവിന്റെ വിശ്വാസത്തെ മാത്രം. സ്വന്തം മതത്തെ ചീത്ത വിളിച്ചിട്ട് ഇവനൊക്കെ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കാൻ വരുന്നു. ഓർത്തോ, ഇത് സിദ്ധരാമയ്യയുടെ കാലമല്ല. DK ശിവകുമാർ ഉണ്ട്. കോടതിയിൽ അഫിഡവിറ്റ് ഉണ്ട്. കള്ളത്തരത്തിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ധർമ്മസ്ഥലം വെറും ക്ഷേത്രമല്ല, കോടിക്കണക്കിന് പേരുടെ നെഞ്ചിലെ തീയാണ്. ആ തീയോട് കളിച്ചവൻ ആരായാലും മഞ്ജുനാഥന്റെ മുന്നിൽ മുട്ടുമടക്കും. SIT അന്വേഷിക്കട്ടെ. ജൂൺ 29 സത്യം ഹേ മാവേദിയുടെ തീരത്ത് തല ഉയർത്തി നിൽക്കും. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും. ഭക്തലക്ഷങ്ങളുടെ ശാപം നിസാരമല്ല. ധർമ്മസ്ഥലത്തെ തൊടുന്നവൻ വെന്ത് ചാകും എന്ന ചരിത്രം. ഇങ്ങനെയാണ് ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതിലെ പ്രതിയായ ചിന്നയ്യ ഇത്തരത്തിൽ ഒരു ആരോപണവുമായി രംഗത്തെത്തുന്നത്. അതായത് ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ പ്രകാശ് രാജിനെതിരെ വന്നത്. നടൻ പ്രകാശ് രാജ് സമ്മർദ്ദം ചെലുത്തിയെന്നായിരുന്നു പ്രതി പറഞ്ഞത്. ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് നടൻ പ്രകാശ് രാജും മറ്റ് ചിലരും ചേർന്ന്
ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പ്രതി ചിന്നയ്യ പറഞ്ഞത്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രകാശ് രാജ് അടക്കമുള്ളവർ നിർബന്ധിച്ചുവെന്നാണ് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചിന്നയ്യ ആരോപിച്ചിരുന്നത്. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്ന്, അത് വേഗത്തിലാക്കണമെന്നുമാണ് ചിന്നയ്യ കോടതിയോട് ആവശ്യപ്പെട്ടത്. ചിന്നയ്യ പറഞ്ഞ ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 100-ലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന പേരിൽ ഉയർന്ന ആരോപണങ്ങൾ വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു. കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം, അതായത് SIT, വെളിപ്പെടുത്തൽ നടത്തിയ പ്രധാന പരാതിക്കാരനെ വ്യാജ രേഖ ചമച്ചതിന് കള്ള പറഞ്ഞതിനും അറസ്റ്റ് ചെയ്തിരുന്നു. അതാണ് ഈ ചിന്നയ്യ. ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെടുത്തി 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 100-ലധികം പേരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്നായിരുന്നു ആരോപണം. മുൻ ശുചീകരണ തൊഴിലാളിയായ CN ചിന്നയ്യ എന്ന ആളാണ് ഒരു മാധ്യമത്തിലൂടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. കർണാടക പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് SIT, രൂപീകരിച്ച് അന്വേഷണം നടത്തി. ചിന്നയ്യയുടെ ആരോപണങ്ങൾക്ക് തെളിവില്ല എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയും സാമ്പത്തിക നേട്ടത്തിനും വേണ്ടിയും ഇയാൾ കെട്ടിച്ചമച്ച കഥയാണെന്നും SIT കണ്ടെത്തി. തുടർന്ന് കർണാടക പോലീസ് ചിന്നയ്യ അറസ്റ്റ് ചെയ്തു. ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് ചില വ്യക്തികളെയും സംഘടനകളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് അന്വേഷണം നടത്തുകയും ചെയ്തത്. അതിന് ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ശവസംസ്കാര കുഴിച്ചിടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. ഇന്ത്യയിലെ ഒരു ക്ഷേത്ര നഗരമായ കർണാടക സംസ്ഥാനത്തെ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കൊലപാതകം, ലൈംഗിക അതിക്രമങ്ങൾ, കുഴിമാടങ്ങൾ എന്നിവയെക്കുറിച്ച് നടക്കുന്ന പോലീസ് അന്വേഷണമാണ് ധർമ്മസ്ഥല ശവസംസ്കാര കേസ്. 3 പതിറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പാതകങ്ങളുടെ കുറ്റബോധം, പശ്ചാത്തലം, തന്നെ വേട്ടയാടുന്ന പേടി സ്വപ്നങ്ങൾ എന്നിവയാൽ ഉറക്കം നഷ്ടപ്പെടുകയും സംഭവം പുറത്തു പറഞ്ഞാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്താൽ പലപ്പോഴും താൻ മറ്റ് സ്ഥലങ്ങൾ മാറി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും ഭയാനകമായ കുറ്റകൃത്യങ്ങൾ ഒന്നിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികാരികൾക്ക് കൈമാറുന്നതിനായി 48 വയസ്സുള്ള ഒരു ദളിത് മനുഷ്യൻ കർണാടകയിൽ പ്രത്യക്ഷപ്പെട്ടു. അതാണ് ചിന്നയ്യ. കർണാടകയിലെ ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയെ ഞെട്ടിപ്പിക്കുന്ന ബലാത്സംഗ കൊലപാതക പരമ്പരകളുടെ ശവസംസ്കാരങ്ങൾ സംബന്ധിച്ച ആരോപണങ്ങൾ രാജ്യത്തെ പിടിച്ചു കുലുക്കിയിരുന്നു. അന്വേഷണം സുതാര്യമല്ലെന്നും വളരെ ചെറിയ രീതിയിലാണെന്ന് നിയമവിദഗ്ധരും ആക്ടിവിസ്റ്റുകളും വിമർശിച്ചിരുന്നു. അതായത് ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ചില മാഫിയകൾ നടത്തിയ, ചിലരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലർ നടത്തിയ നീക്കങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെ തകർക്കുക, ഹിന്ദുത്വത്തെ തകർക്കുക എന്നൊക്കെ രീതിയിൽ ചിലർ മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നു. അതിനിടയിലാണ് പ്രകാശ് രാജിന്റെ അറിവോടെയാണ്, പ്രകാശ് രാജ് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത്.